ശ്രീ എ സജീവൻ, മലബാർ രാഷ്ട്രീയം വളരെ കൃത്യമായി മനസ്സിലാക്കുന്ന രണ്ടുപേർ ഈ ചർച്ചയിൽ സജീവമായിട്ടുണ്ട്. അവർ മലബാറുകാരാണ്. എൻ ശ്രീകുമാറിനെ സംബന്ധിച്ചാണെങ്കിൽ മലബാറും തൊട്ടടുത്ത് കിടക്കുന്ന ജില്ലയായതുകൊണ്ട് തന്നെ അക്കാര്യത്തിലും വളരെ കൃത്യമായ ധാരണയുണ്ട്. നമുക്കറിയാം 6 ജില്ലകളിൽ കൃത്യമായ മേധാവിത്വമുണ്ടെന്ന് മുസ്ലിം ലീഗ് തന്നെ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്, അവരുടെ ഒരു ക്ലെയിമായി മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാകാം ഒരുപക്ഷെ വയനാട്, കണ്ണൂർ, വടകര ഈ 3 സീറ്റുകളെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് മുസ്ലിം ലീഗ് ഇപ്പോൾ മൂന്നാമതൊരു സീറ്റ് എന്ന വാദം ഉന്നയിക്കുന്നത്. ഈ 3 സീറ്റുകൾ കണ്ട സാഹചര്യത്തിലാണ് വയനാട്ടിൽ രാഹുൽ ഗാന്ധി മത്സരിക്കുന്നില്ലെങ്കിൽ അത് ഞങ്ങൾക്ക് തരൂ എന്ന് പറയുന്നു. കണ്ണൂരിൽ കെ സുധാകരൻ ഇല്ലെങ്കിൽ ലീഗിനവിടെ ജയിച്ചു കയറാൻ കഴിയുമെന്നുള്ള ഒരു സാധ്യത വരുന്നു. ഈ സാഹചര്യത്തിലാണ് കെ മുരളീധരൻ്റെ ഇന്നത്തെ ഒരു പ്രസ്താവനയെ നമ്മൾ കാണേണ്ടതെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം 18 സീറ്റിലും സിറ്റിംഗ് എം പിമാരുണ്ട്, അതാരും വിട്ടുതരാൻ പോകുന്നില്ല എന്ന് കെ മുരളീധരൻ പറയുന്നുണ്ട്. പക്ഷേ ഒപ്പം തന്നെ പറയുകയാണ് ഈ മൂന്നാമത്തെ സീറ്റ് എന്ന് പറയുന്നത് അവർക്ക് ന്യായമായൊരു സംഗതിയാണ്, ലീഗിന് ന്യായമായൊരു സംഗതിയാണ്. എന്താണ് കെ മുരളീധരൻ ഇതിലൂടെ ഉന്നയിക്കുന്നത്? ഒപ്പം കോൺഗ്രസിൻ്റെ ഈ നിലപാട് മലബാറിൽ എങ്ങനെയാണ് പ്രതിഫലിക്കുക? കെ മുരളീധരൻ ഇത് പറയുന്നത് അദ്ദേഹത്തിനറിയാം, വടകര, വയനാട്, കണ്ണൂർ ഈ 3 മണ്ഡലങ്ങളും, ഈ 3 മണ്ഡലങ്ങളിൽ ഏതെങ്കിലും ഒന്ന് വേണമെന്ന് കോൺഗ്രസ് ചോദിക്കുമ്പോഴല്ല ലീഗ് ചോദിക്കുമ്പോഴും വയനാട്ടിൽ മിക്കവാറും രാഹുൽ ഗാന്ധി തന്നെയായിരിക്കും സ്ഥാനാർത്ഥിയാവുക. അത് രാഹുൽ ഗാന്ധിയെ മാറ്റിയിട്ട് ഞങ്ങൾക്ക് വേണമെന്ന് ഒരിക്കൽ പോലും ലീഗ് പിടിവാശി കാണിക്കില്ല. വടകരയുടെ കാര്യത്തിലാണെങ്കിലും അത്ര പിടിവാശി കാണിക്കാനുള്ള സാധ്യത കുറവാണ്. കണ്ണൂരിൽ ഇപ്പോൾ 18 സിറ്റിംഗ് എം പിമാരിൽ മത്സരിക്കാൻ സാധ്യതയില്ല, താല്പര്യമില്ല, അല്ലെങ്കിൽ അർദ്ധ മനസ്സേ ഉള്ളൂ എന്ന് പറഞ്ഞുള്ള ഒരാൾ സുധാകരനാണല്ലോ. സാധാരണ രീതിയിൽ കെ സുധാകരന് അദ്ദേഹം വേണ്ടാന്ന് പറയുന്നതിന് പിന്നിലൊരു രാഷ്ട്രീയമുണ്ട്, അത് പിന്നീട് പറയാം. പക്ഷേ അപ്പോൾ അദ്ദേഹം മത്സരിക്കുന്നില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും മുരളീധരൻ പറയുന്ന പോലെ അപ്പുറം കൊടുക്കാം. കാരണം വടകരയിൽ ജയിച്ചു കയറണമെങ്കിൽ തീർച്ചയായിട്ടും ലീഗിൻ്റെ പിന്തുണ ആവശ്യമാണ്. ലീഗ് ഇല്ലായിരുന്നുവെങ്കിൽ വടകരയിൽ ആദ്യത്തെ തവണ മുല്ലപ്പള്ളി രാമചന്ദ്രൻ ജയിക്കില്ലായിരുന്നു. ലീഗ് നൽകിയ, പി കെ കുഞ്ഞാലിക്കുട്ടി നൽകിയ ഉറപ്പിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് അന്ന് അവിടെ മുല്ലപ്പള്ളി രാമചന്ദ്രൻ സ്ഥാനാർത്ഥിയാവാൻ സംഭവിച്ചത്. അദ്ദേഹം ഒരിക്കലും ഞാൻ വടകര ഏറ്റെടുക്കില്ല എന്ന് പറഞ്ഞതായിരുന്നു. പക്ഷേ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു ഞങ്ങൾ ജയിപ്പിക്കുമെന്ന് പറഞ്ഞു. അദ്ദേഹം ആ ഒരൊറ്റ ഉറപ്പിൻ്റെ പേരിലാണ് അവിടെ മത്സരിച്ചത്. ഇപ്പോൾ മുരളീധരൻ അവിടെ MP ആയിരിക്കുന്നത് പോലും ലീഗിൻ്റെ ബലത്തിൽ മാത്രമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും വടകരയിലെ തൻ്റെ സീറ്റ് ഉറപ്പിക്കണമെങ്കിൽ, വടകരയിൽ താൻ ജയിച്ചു കയറണമെങ്കിൽ എന്തായാലും ലീഗിൻ്റെ പിന്തുണ വേണം. ലീഗ് അല്പം ഒന്ന് വിഘടിച്ച് നിന്നാൽ, ചെറിയൊരു മനപ്രയാസം അവർക്കുണ്ടെങ്കിൽ അവിടെ ജയിക്കാൻ പറ്റില്ല എന്നുള്ള പൂർണ്ണ വിശ്വാസം മുരളീധരനുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞത്. പിന്നീട് ഈ ലീഗിന് കൊടുക്കേണ്ട സാങ്കേതികതയെക്കുറിച്ച് ഇപ്പോൾ നേരത്തെ ശ്രീകുമാർ പറഞ്ഞു, ഞാൻ ചോദ്യത്തിൽ ഇല്ലെങ്കിൽ പോലും അതുകൂടി പറയേണ്ട, അതിലൊരു വസ്തുതാപരമായിട്ടുള്ള പിശകുണ്ട്. കാരണം കോൺഗ്രസ്സിന് പരമാവധി സീറ്റുകൾ കിട്ടിയാൽ മാത്രമേ അവിടെ പ്രധാനമന്ത്രിയായിട്ട് ക്ലെയിം ചെയ്യാൻ പറ്റുകയുള്ളൂ, ഭരണത്തിന് വേണ്ടി അവകാശവാദം ഉന്നയിക്കാൻ പറ്റുള്ളൂ എന്ന് പറയുന്നത് ഒരിക്കലും അത് വസ്തുതാപരമായിട്ടുള്ള സത്യമല്ല. കാരണം അങ്ങനെ വേണ്ടതില്ല. ഇപ്പം ആകെ രാഹുൽ ഗാന്ധി വടകരയിൽ വയനാട്ടിൽ രാഹുൽ ഗാന്ധി മത്സരിക്കുന്നു, അദ്ദേഹം അവിടെ ജയിക്കുന്നു എന്ന് വയ്ക്കാം, അത് മാത്രമേ ഉള്ളൂ കോൺഗ്രസ്സിന്. എന്നാൽ പോലും ഇന്ത്യ മുന്നണിക്ക് ഭൂരിപക്ഷം ഉണ്ടെങ്കിൽ, ഇന്ത്യ മുന്നണിയിലെ മറ്റ് ഘടകകക്ഷികൾക്കെല്ലാം കൂടി ചേർന്നിട്ട് ഒരു കേവല ഭൂരിപക്ഷം കിട്ടുന്നുണ്ടെങ്കിൽ അത് വെച്ചുകൊണ്ട് അവർ പറയുകയാണ് ഞങ്ങളുടെ നേതാവ് രാഹുൽ ഗാന്ധിയാണ്, അദ്ദേഹമാണ് സർക്കാർ ഉണ്ടാക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞ് പിന്തുണ കൊടുത്തു കഴിഞ്ഞാൽ രാഹുൽ ഗാന്ധിക്ക് ക്ലെയിം ചെയ്യാം. ഒറ്റ സീറ്റ് മാത്രം മതി. അപ്പോൾ കോൺഗ്രസ്സുകാർ ഇപ്പോൾ പറയുന്നുണ്ട് ഞങ്ങൾക്ക് പരമാവധി സീറ്റ്, അതാണ് അവർ കഴിഞ്ഞ തവണയും എല്ലാ തവണയും പറയാറുള്ള കാര്യം, പരമാവധി സീറ്റ് കിട്ടിയാൽ മാത്രമേ ഞങ്ങൾക്ക് പ്രധാനമന്ത്രിയാവാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഭരിക്കാനുള്ള പിന്തുണ കിട്ടുള്ളൂ എന്ന് പറയുന്നത് തെറ്റായ കാര്യമാണ്. ഒരിക്കൽ പോലും അങ്ങനെ ഒരു സംഭവമില്ല. ചരൺ സിംഗ് ഇവിടെ പ്രധാനമന്ത്രിയായത് കൂടുതൽ സീറ്റ് കിട്ടിയിട്ടൊന്നുമില്ല എന്നുള്ള കാര്യം ശ്രീകുമാറിനോട് പറയേണ്ട കാര്യമില്ല. അപ്പോൾ അതാണ് പ്രശ്നം. ഇവിടെ പ്രശ്നമുള്ളത് ലീഗിൻ്റെ ഈ ആവശ്യം എന്ന് പറയുന്ന അവർ ആദ്യമായിട്ടല്ല ഉന്നയിക്കുന്നത്. അവർ പറയുന്നതിലൊരു കാര്യമുണ്ട്, ഞങ്ങൾ പരമാവധി വളർന്നു കഴിഞ്ഞു പറഞ്ഞാൽ ഒരു യാഥാർത്ഥ്യമാണ്. ഇവിടെ ലീഗും കോൺഗ്രസും തമ്മിലുള്ള ഒരു ഐക്യം ചേർന്നാൽ UDFൻ്റെ രൂപീകരണ ശേഷം മാത്രമുള്ള കഥ നോക്കാം. അതിന് മുമ്പത്തെ കഥയൊക്കെ പോട്ടെ. UDF രൂപീകരിച്ചതിന് ശേഷം ലീഗ് അവരുടെ ശക്തി പരമാവധി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അതിനുള്ള യാഥാർത്ഥ്യമാണ്. അവരുടെ വോട്ട് ബാങ്ക് എന്ന് പറയുന്നത്
ശരിക്കും പറയാൻ വളരെ ശക്തമായിട്ടുള്ള വോട്ട് ബാങ്കാണ്. കോൺഗ്രസ്സിന് അതില്ല. കോൺഗ്രസ് അതിനുശേഷം UDF രൂപീകരണത്തിന് ശേഷം കോൺഗ്രസിൻ്റെ വോട്ട് ഷെയർ എന്ന് പറയുന്നത് കുറഞ്ഞ് വരികയാണ്. ലീഗിൻ്റേത് കൂടുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ലീഗുകാർ ചോദിക്കുന്ന ഒരു ചോദ്യം സത്യമാണ്. കാരണം ഞങ്ങളുടെ ശക്തി കൂടുന്നു, നിങ്ങളുടെ ശക്തി കുറയുകയും ചെയ്യുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് പഴയതുപോലെ അതേ ഇക്വേഷൻ വെച്ചുകൊണ്ട് വേണം ഇപ്പോഴും സീറ്റ് വിഭജനം എന്ന് പറഞ്ഞാൽ ശരിയല്ലല്ലോ എന്നൊരു ന്യായമായ ചോദ്യമാണ്. അതുകൊണ്ട് മാത്രമല്ലെങ്കിൽ പോലും മുരളീധരൻ ഉൾപ്പെടെയുള്ള ആളുകൾ സമ്മതിക്കുന്നത് അവർക്ക് തീർച്ചയായിട്ടും ഈ ഒരു രീതിയിലേക്ക് പോകുമ്പോൾ അവർക്ക് വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് ഈ തരത്തിൽ ലീഗിന് വേണ്ട സീറ്റ് കൊടുക്കാൻ കോൺഗ്രസ് തയ്യാറാവുമോ ഇല്ലയോ എന്നുള്ളതാണ്. ലീഗിന് വേണ്ട സീറ്റ് അവർക്ക് അർഹതപ്പെട്ട സീറ്റ് കൊടുക്കാൻ തയ്യാറായില്ലെങ്കിൽ കഴിഞ്ഞ തവണ നമുക്കറിയാം, അതായത് എതിർ സ്ഥാനാർത്ഥിക്ക് കിട്ടിയതിനേക്കാൾ കൂടിയ ഭൂരിപക്ഷം, എതിർ സ്ഥാനാർത്ഥി കിട്ടിയ വോട്ടിനേക്കാൾ കൂടിയ ഭൂരിപക്ഷം അവിടെ രാഹുൽ ഗാന്ധി കിട്ടിയിട്ടുണ്ട് വയനാട്ടിൽ. അങ്ങനെ കിട്ടിയത് അത് കോൺഗ്രസ്സുകാരുടെ ശക്തി കൊണ്ടായിരുന്നില്ല, ലീഗിൻ്റെ ശക്തി കൊണ്ടാണ്. ലീഗിൻ്റെ പ്രധാനപ്പെട്ട രണ്ട് ഇപ്പോൾ നിലമ്പൂരും മറ്റും രണ്ട് ഏറനാടും ഈ രണ്ട് മണ്ഡലങ്ങൾ ലീഗിൻ്റെ ശക്തി കേന്ദ്രമാണ്. തിരുവമ്പാടി അവരുടെ ശക്തി കേന്ദ്രമാണ്. ഈ സ്ഥലങ്ങളിലൊക്കെയുള്ള ലീഗ് വോട്ടിൻ്റെ ബലത്തിലാണ് ഇത്രയും കൂടുതൽ വോട്ട് കഴിഞ്ഞ തവണ രാഹുൽ ഗാന്ധി കിട്ടിയത്. രാഹുൽ ഗാന്ധിക്കും അറിയാം. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ഒരു ആവശ്യം നിരാകരിക്കുന്നതിന് ഇത്തരത്തിലുള്ള ന്യായങ്ങൾ പറഞ്ഞുകൊണ്ട് പ്രത്യേക കാര്യമായില്ല. കൊടുക്കാൻ പറ്റുമോ ഇല്ല എന്നുള്ള കാര്യം വേറെ. പക്ഷേ ഈ കാര്യം ഞങ്ങൾക്ക് പ്രധാനമന്ത്രിയാവണമെങ്കിൽ ഇങ്ങനൊരു അവസരം വേണം, ഇത് വേണം, പരമാവധി സീറ്റ് വേണം, ഇതുകൂടി കിട്ടിയാലേ ഇവിടെ നിന്ന് കഴിഞ്ഞ തവണ കിട്ടിയ എത്ര സീറ്റ് കിട്ടിയാലേ ജയിക്കൂ. അതാണ് ഇപ്പം വോട്ടർമാരോടും പറയാൻ സാധ്യതയുള്ളൂ. അങ്ങനെ പറഞ്ഞുകൊണ്ട് കാര്യമില്ല. അതിൽ വസ്തുതാപരമായിട്ടുള്ള ഒരു എന്താണ് ശരികേടുണ്ട് എന്ന് ഞാനിവിടെ പറയുകയാണ്.